ഹായ് ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് വിത്ത് എസ്സേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 15 ദിവസത്തേക്കുള്ള ഒരു പ്രാക്ടീസാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 11ാമത്തെ ദിവസമാണല്ലേ. അപ്പോൾ മുമ്പ് ഡേ 10 വരെ നാം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന എനിക്ക് പറ്റില്ല, എനിക്ക് പഠിക്കുന്നില്ല, അവൻ പോകുന്നില്ല, അവൻ വരുന്നില്ല, എനിക്ക് പഠിക്കാൻ കഴിയില്ല, ഇങ്ങനെയൊക്കെ പറയില്ലേ. ഇതെങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് എന്നൊന്ന് നോക്കാം. നാം പറയാറുണ്ട് അവന് പഠിക്കാൻ കഴിയും, ഹീ ക്യാൻ സ്റ്റഡി അല്ലേ. അപ്പോൾ ആ സ്റ്റഡി എന്നുള്ള വെർബ് ഉപയോഗിച്ച് നമുക്ക് ഓരോന്നും പഠിക്കാം. ഹീ ക്യാൻ സ്റ്റഡി, നിങ്ങൾക്കെല്ലാം അറിയാം. ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും, ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഹീ ക്യാൻ സ്റ്റഡി, അവന് പഠിക്കാൻ കഴിയും. അപ്പോൾ അവന് പഠിക്കാൻ കഴിയില്ല എന്നാണെങ്കിലോ ആ ക്യാനിൻ്റെ കൂടെ ഒരു നോട്ട് ചേർക്കുമ്പോൾ എന്തായി? കനോട്ട്, കഴിയില്ല. ഹീ കനോട്ട് സ്റ്റഡി, അവന് പഠിക്കാൻ കഴിയില്ല. ഐ ക്യാൻ സ്റ്റഡി, എനിക്ക് പഠിക്കാൻ കഴിയും. ഐ കനോട്ട് സ്റ്റഡി, എനിക്ക് പഠിക്കാൻ കഴിയില്ല. അവൾക്ക് പഠിക്കാൻ കഴിയും. ഷീ ക്യാൻ സ്റ്റഡി, അവൾക്ക് പഠിക്കാൻ കഴിയില്ല. ഷീ കനോട്ട് സ്റ്റഡി. അങ്ങനെ ഓരോന്നും നമുക്ക് നോക്കാം. അടുത്തത് നിങ്ങൾ നോക്കാം, അവൻ പഠിക്കുന്നു എന്നുള്ളതിന് നമുക്കറിയാം പഠിക്കുന്നു എന്നത് ഡു അല്ലെങ്കിൽ ഡസ് വെർബാണ് അല്ലേ. സ്റ്റഡി എന്നതിൻ്റെ കൂടെ സ്റ്റഡീസ് ഡസ് ഫോം ചേർക്കാണ്. ഹീ സ്റ്റഡീസ് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. ഹീ സ്റ്റഡീസ് ഇംഗ്ലീഷ്. അപ്പോൾ അവൻ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല എന്നാണെങ്കിൽ ഹീ ഡസ് നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ്. ആ സ്റ്റഡീസിലെ ഡസ്സിങ് പുറത്തെടുത്ത് അതിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്തു. ഹീ ഡസ് നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ്. അപ്പോൾ ദേ സ്റ്റഡി ഇംഗ്ലീഷ് എന്നാണെങ്കിൽ സ്റ്റഡി എന്നതിൻ്റെ കൂടെ ഏത് വെർബാണുള്ളത്? ഓക്സിലറി വെർബ് ഡു വെർബാണ്. അപ്പോൾ നമ്മൾ അതിങ്ങ് പുറത്തെടുക്കുക. ദേ ഡു നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ്. ഡു നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ്. കണ്ടോ? അപ്പം ഹീ സ്റ്റഡീസ് ഇംഗ്ലീഷ് എന്നത് ഹി ഡസ് നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ്. അവർ ഇംഗ്ലീഷ് പഠിക്കുന്നു. ദേ സ്റ്റഡി ഇംഗ്ലീഷ് എന്നത് അവർ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല എന്നാവുമ്പോൾ ദേ ഡു നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ്. ഇനി അവർ ഇംഗ്ലീഷ് പഠിച്ചിരുന്നു. ദേ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഡിഡ് ഫോം അല്ലേ, അപ്പോൾ ഡിഡ് ഇഞ്ഞെടുക്കണം. അവർ ഇംഗ്ലീഷ് പഠിച്ചിരുന്നില്ല എന്നാകുമ്പോൾ പഠിച്ചിരുന്നില്ല, അത് ഓർത്തോണം. പഠിച്ചിരുന്നു, പഠിച്ചിരുന്നില്ല. അപ്പോൾ എന്താണ്? ദേ ഡിഡ് നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ്. ഓക്കെ. അവൾ ഇംഗ്ലീഷ് പഠിച്ചിരുന്നു. ഷീ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷ് പഠിച്ചിരുന്നില്ല. ഷീ ഡിഡ് നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ്. ഇനി അവൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. ഞാനിത് മലയാളത്തിൽ പറയുന്നത് ഈ ഓരോ സെൻറ്റൻസ് വരുമ്പോഴും എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കൂടിയാണ്. അപ്പോൾ അവൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. ഹീ ഹാസ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. കണ്ടോ? അവൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എന്ത് വരും? ഹി ഹാസ് നോട്ട് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഓക്കെ. അവർ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. ദേ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഒത്തിരി പേരില്ലേ, അപ്പോൾ അവിടെ ഹാവ് അല്ലേ നമ്മൾ ചേർക്കുന്നത്. ദേ എന്ന് പറയുമ്പോൾ അവരല്ലേ. അപ്പോൾ ഒരാളുണ്ടെങ്കിലല്ലേ ഹാസ് ഉപയോഗിക്കുന്നത്, ഡസ് ഉപയോഗിക്കുന്ന പോലെ. അപ്പോൾ നിങ്ങളതിൻ്റെ മനസ്സിലാക്കി വെക്കണം അതിൻ്റെ മീനിങ്ങുകൾ. അതായത് സ്റ്റഡീസ് എന്നത് പഠിക്കുന്നു, സ്റ്റഡി എന്ന് പറയുമ്പോഴും പഠിക്കുന്നു, സ്റ്റഡീഡ് എന്ന് പറയുമ്പം പഠിച്ചിരുന്നു, പഠിച്ചിട്ടുണ്ട്. കണ്ടോ? അപ്പം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവർ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. ദേ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അവർ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടാവില്ല. ദേ ഹാവ് നോട്ട് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അപ്പം ഈ ക്ലാസ്സുകൾ നമ്മൾ വിപുലമായിട്ട് മുമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ആദ്യമായിട്ടാണ് ഈ വീഡിയോകൾ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള എല്ലാ വീഡിയോസും വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിലുള്ള ആദ്യമേ ഞാൻ പറയുന്നത്, ഇതിൽ കുറച്ച് എക്സർസൈസ് ഞാൻ ഏറ്റവും അവസാനം കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ ആൻസേഴ്സ് കമൻറ്റുകളായിട്ട് എനിക്ക് നൽകുക. ഓക്കെ. അപ്പോൾ ഞാൻ അതിനകത്ത് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ മറുപടി ഇടുന്നതായിരിക്കും. നിങ്ങൾ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കമൻസ് റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് അവൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഹാസ് ഓർ ഹാവ് ആണ്. പഠിച്ചിട്ടുണ്ടായിരുന്നു. ദേ ഹാഡ്, അവനല്ലേ. അപ്പോൾ ഹീ ഹാഡ് സ്റ്റഡീഡ്. അപ്പോൾ അവൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹീ ഹാഡ് നോട്ട് സ്റ്റഡീഡ്. ഓക്കെ. ഇനി ഇതിനിടയ്ക്ക് നമ്മൾ വിട്ടുപോരണം. അവൻ പഠിക്കുകയാണ് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീ ഈസ് സ്റ്റഡിയിങ്. പഠിക്കുകയല്ല അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. ഹീ ഈസ് നോട്ട് സ്റ്റഡിയിങ്. ഓക്കെ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഐ ആം സ്റ്റഡിയിങ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. ഐ ആം നോട്ട് സ്റ്റഡിയിങ്, അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ സ്റ്റഡിയിങ്, അവർ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. ദേ ആർ നോട്ട് സ്റ്റഡിയിങ്. അപ്പം അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല, പഠിച്ചുകൊണ്ടിരിക്കുക ആയിരുന്നില്ല, അതായത് പാസ്റ്റിലേക്ക്. അപ്പം ഹീ വാസ് നോട്ട് സ്റ്റഡിയിങ്, അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല. ഹി വാസ് നോട്ട് സ്റ്റഡിയിങ്. അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഷീ വാസ് സ്റ്റഡിയിങ്, അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല. ഷീ വാസ് നോട്ട് സ്റ്റഡിയിങ്. കണ്ടോ? ഇനി അവൻ പഠിക്കും, നമുക്ക് നല്ല പോലെ അറിയാം അല്ലേ? ഹി വിൽ സ്റ്റഡി, അവൻ പഠിക്കില്ല. ഹി വിൽ നോട്ട് സ്റ്റഡി, ഞാൻ പഠിക്കും. ഐ വിൽ സ്റ്റഡി, ഞാൻ പഠിക്കില്ല. ഐ വിൽ നോട്ട് സ്റ്റഡി, നീ പഠിക്കും. യു വിൽ സ്റ്റഡി, നീ പഠിക്കില്ല. യു വിൽ നോട്ട് സ്റ്റഡി. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ സെൻറ്റൻസിലെയും ഓരോന്നിലെയും ഓക്സിലിയറി വെർബ് എടുത്തിട്ട് അതിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്യുമ്പോൾ അതിനകത്തുണ്ടാകുന്ന മാറ്റമാണ് ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചത്. അപ്പോൾ ഇത് തന്നെയാണ് ഐ ക്യാൻ ഡു, എനിക്ക് കഴിയും, എനിക്കൊരു കാര്യം കഴിയും എന്നുള്ളത് എന്താണ്? ഐ ക്യാൻ ഡു. എനിക്ക് കഴിയില്ല, ഐ കനോട്ട് ഡു. ഓക്കെ, അപ്പം എനിക്ക് പോകാൻ കഴിയും, ഐ ക്യാൻ ഗോ. എനിക്ക് പോകാൻ കഴിയില്ല, ഐ കനോട്ട് ഗോ. എനിക്ക് പഠിക്കാൻ കഴിയും, ഐ ക്യാൻ സ്റ്റഡി. എനിക്ക് പഠിക്കാൻ കഴിയില്ല, ഐ കനോട്ട് സ്റ്റഡി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ രീതിയിൽ ഓരോ സെൻറ്റൻസുകളും നിങ്ങൾ എഴുതണം. എഴുതിയതിന് ശേഷം നിങ്ങൾ സ്വയം മലയാളത്തിൽ അതിൻ്റെ നെഗറ്റീവ് ഫോം കൂടി, അതായത് അല്ല ഇല്ല കൂടി പറഞ്ഞു നോക്കിയിട്ട് അതിനെ നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് മാറ്റി എഴുതാൻ ശ്രമിക്കുക. തീർച്ചയായും അത് നിങ്ങൾക്ക് കഴിയും. അപ്പോൾ ഇപ്പം ഞാൻ പറയുന്നത്, ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഐ ഹെൽപ്പ് മൈ മദർ എന്നുള്ള സെൻറ്റൻസ് വെച്ചിട്ട് ഇപ്പം ഇതിൻ്റെ മലയാളം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളിതിൻ്റെ ഉത്തരങ്ങൾ എഴുതുക. ഓക്കെ, അവൻ അമ്മയെ സഹായിക്കുന്നില്ല, അതിൻ്റെ ഇംഗ്ലീഷ് എഴുതണം. ഓക്കെ, അവൻ അമ്മയെ സഹായിച്ചിട്ടുണ്ടാകില്ല. ഓക്കെ, അവൻ അമ്മയെ സഹായിക്കാൻ കഴിയില്ല. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? അവൻ അമ്മയെ സഹായിക്കില്ല. ഓക്കെ, അടുത്തത് അവൻ അമ്മയെ സഹായിച്ചിരുന്നില്ല. അപ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ ഉത്തരങ്ങൾ അടുത്ത ക്ലാസ്സിൽ അതായത് ഡേ 11 നമ്മൾ അത് ചർച്ച ചെയ്യുമ്പോൾ അതിനകത്ത് ഡേ 12 അതിനകത്ത് ഇതിൻ്റെ ഉത്തരങ്ങൾ ആദ്യം തന്നെ നൽകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. അതായത് ഈ പറഞ്ഞ മലയാളം സെൻറ്റൻസിൻ്റെ ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. കറക്റ്റാണെങ്കിൽ ഞാൻ കറക്റ്റ് ഓക്കെ പറയാം, അല്ലെങ്കിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യാം, എൻ്റെ മറുപടി കറക്റ്റാക്കി തരാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായും എല്ലാ വീഡിയോകളും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.